നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിനു വേണ്ടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകുന്ന നിയോഗം അതെത്ര അനുഗ്രഹമാണ്, എത്ര ശ്രേഷ്ഠമാണ്, ഉത്തരവാദിത്വം നിറഞ്ഞതാണ്. അതിനെ ഉൾക്കൊള്ളുവാൻ ഈ ബലഹീനരായ ഞങ്ങളെ ശക്തീകരിക്കണമേ. തിരുവചന ധ്യാനം ഞങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ശമ്മാശന്മാരുടെ ജീവിതത്തിനും അനുഗ്രഹ മുഖാന്തരമാക്കണമേ. അതിൻ്റെ വായിലെ വാക്കുകൾ, നിൻ്റെ മക്കളുടെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, വന്യനായ വികാരി ജനറൽ കെ എസ് മാത്യു അച്ഛൻ, വൈദിക സെമിനാരി പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ എം സി തോമസ് അച്ഛൻ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരെ, സഹോദരന്മാരുടെ ഗണത്തിൽ നിന്നും ശമാശ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് ശമാശന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. ഇത് സുന്ദരമായ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഉള്ളിലെരിഞ്ഞ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ച നിമിഷങ്ങളാണ്. ഇതിൻ്റെ പിന്നിൽ ദൈവകൃപയുടെ വലിയ ആവാസം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, സെമിനാരി അധ്യാപകർ, കാലാകാലങ്ങളിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത പട്ടക്കാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, ദൈവത്തെയും സഭയെയും സ്നേഹിക്കുന്ന ഒരു വിശ്വാസ സമൂഹം, സഹോദരന്മാരുടെ ഗണത്തിൽ നിന്നും ശമാശ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന 3 ശമാശന്മാർ, ലെയ്സൺ ജേക്കബ്, ജെയിംസ് ജോർജ് ആൻഡ് തോമസ് മാത്യു. ഈ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ശമാശ് ദൈവിക ശുശ്രൂഷയുടെ അടിത്തറയാണ്. കേവലം 2 ആഴ്ച മാത്രം നിലനിൽക്കുന്ന ഒരു നിയോഗമല്ല, മറിച്ച് ഇതൊരു ജീവിത ശൈലിയാണ്, ഇതൊരു മനസ്സാണ്. നിത്യ ശമാശ് എല്ലാ പൗരോഹിത്യ ശുശ്രൂഷയിലും ഉണ്ടായിരിക്കണം. വൈദികനിൽ, എപ്പിസ്കോപ്പായിൽ മേശമേലുള്ള ശുശ്രൂഷയും ദാസ്യ ശുശ്രൂഷയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ നിയമത്തിലെ ആദ്യ ശമാശ് സ്തെഫാനോസ് ആയിരുന്നുവല്ലോ. അദ്ദേഹത്തിൻ്റെ സ്ഫുടം ചെയ്ത വാക്കുകൾ, ഭാസുരമായ ആത്മീയ വിശകലനം കൊണ്ട് സഭയെ ധന്യമാക്കിയ വീരയോദ്ധാവ്, നിർഭയ പ്രതികരണത്തിൻ്റെ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഉയർന്നത്. പ്രതിസന്ധികളെ ഭയപ്പെടാതെ സത്യത്തിൻ്റെ ശബ്ദം ഇടിനാദം പോലെ അവതരിപ്പിച്ച സ്തെഫാനോസ് ഈ ശമാശന്മാർക്ക് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകണം. നമ്മുടെ പട്ടംകൊട ശുശ്രൂഷ, പ്രത്യേകിച്ച് ശമാശ സദറ പ്രാർത്ഥനയിൽ ശമാശിൻ്റെ ദൗത്യം, നിയോഗം ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവർ, ദൈവികമായ മഹത്വത്തിൻ്റെ ദേവാലയങ്ങൾ, ഏവൻഗേലിയോനടുത്ത ഓട്ടത്തെ ന്യായമായി പ്രവർത്തിക്കുന്ന ശമാശന്മാർ, ആത്മാവിലും ശരീരത്തിലും നിർമ്മലതയും വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്ന ശമാശന്മാർ, സത്യവും പരിപൂർണവുമായ സ്നേഹം തങ്ങളിൽ കാണപ്പെടുന്ന സ്ഥിരതയുള്ള ശമാശന്മാർ, താലന്തുകളെ ഇരട്ടിപ്പിക്കുന്നവർ, ഉത്തമ ഭൃത്യരെ പോലെ സൽക്രിയകൾ നിവർത്തിക്കുന്നവർ ആയിരിക്കണം. പരിശുദ്ധ റൂഹായുടെ ഇമ്പ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവിക നന്ദുനികളായും അതിഥി സ്നേഹവും സഹോദര സ്നേഹവും കാണപ്പെടുന്ന ശമാശന്മാരായും തീരണം. ഇന്നത്തെ ചെറിയ ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളും
14 മുതലുള്ള വാക്യങ്ങളും വായിക്കട്ടെ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തൂർത്തുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. 14 മുതലുള്ള വാക്യങ്ങൾ. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഈ വായിച്ച വേദഭാഗം ക്രിസ്തീയ ശുശ്രൂഷയുടെ ആത്മാവിനെ ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആൻ എനാക്റ്റഡ് പാരബിൾ ഓഫ് ജീസസ്, ഇത് മറ്റുള്ള സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിട്ടില്ല. ഗുരുവും കർത്താവുമായവൻ തൻ്റെ ശിഷ്യരുടെ മുൻപിൽ മുട്ടുകുത്തി അവരുടെ കാൽ കഴുകുന്നു. ഇത് യഹൂദന്മാരുടെ ഇടയിലെ ഒരു ആചാരമാണ്. പക്ഷേ അടിമയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ കാണുന്നത് ഒരു റിവേഴ്സൽ ഓർഡർ. യജമാനൻ ശിഷ്യരുടെ കാല് കഴുകുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം ഷെമ്മാ ശുശ്രൂഷയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഡീക്കൻ എന്ന പദം സേവകൻ, ശുശ്രൂഷകൻ, മറ്റുള്ളവർക്കായി ജീവിതം സമർപ്പിക്കുന്നവൻ എന്ന് അർത്ഥമുണ്ട്. ഈ വേദഭാഗത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ടച്ചിങ് ദ ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, അതായത് പൊടിയും ചെളിയും നിറഞ്ഞ ശിഷ്യരുടെ കാൽപാദങ്ങളെ തൊടുന്ന ക്രിസ്തു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ലോകത്തിൽ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. തേജസ്സിലേക്ക് വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ചെളി നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ മനുഷ്യരെ ദൈവ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ക്രിസ്തു അവരോടൊപ്പം നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ വായിക്കുന്നത് യേശു കർത്താവ് ഈ പൊടി നിറഞ്ഞ, ചെളി നിറഞ്ഞ ശിഷ്യ സമൂഹത്തെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാകും. നമുക്കറിയാം, യഹൂദ സമൂഹം അവർ യാത്ര ചെയ്ത ഒരു യാത്രാ സമൂഹമായിരുന്നു. അവർ യാത്ര ചെയ്യുമ്പോൾ കാലിൽ ചെളി പുരണ്ടിരുന്നു. ആ ചെളി പുരണ്ട ആളുകളെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ കാൽ കഴുകുക ഒരു ആചാരമായിരുന്നു. പൊടി നിറഞ്ഞ പൊതുനിരത്തിലൂടെയുള്ള യാത്ര കാൽ കഴുകി സ്വീകരിച്ച് അതിഥികളെ ബഹുമാനിക്കുന്ന പതിവ്. പക്ഷേ ആ ജോലി നിർവഹിച്ചിരുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു അടിമയായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിലൂടെ അധികാരത്തിൻ്റെ പുതിയ ദർശനം നൽകുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ അധികാരം എന്ന് പറയുന്നത് ഉയരത്തിലിരിക്കുവാനും മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനും ഉള്ളത് ആകുന്നു. എന്നാൽ ഇവിടെ യേശു കർത്താവ് നൽകുന്ന നിയോഗം, അധികാരം എന്ന് പറയുന്നത് മുട്ടുകുത്തി സേവിക്കുന്നതിലൂടെ പ്രകടമാവുകയാണ് ചെയ്യുന്നത്. ഡിട്രിച്ച് ബോൺഹോഫർ അദ്ദേഹം പറയുന്നത്, സഭ യഥാർത്ഥത്തിൽ സഭയായിരിക്കുന്നത് അത് മറ്റുള്ളവർക്കായി ജീവിക്കുമ്പോഴാണ്. അതിനാൽ ഷെമ്മാശ് ഒരു ഉയർച്ചയല്ല, അതൊരു സേവനത്തിലേക്കുള്ള ഇറക്കം ആകുന്നു. അതുകൊണ്ട് ഷെമ്മാശ് ഉന്നത സ്ഥാനത്തേക്കുള്ള ഒരു ഉയർച്ചയല്ല, പിന്നെയോ സേവനത്തിലേക്കുള്ള ഒരു ഇറക്കമാണ്. ഷെമ്മാശ സ്ഥാനം ശുദ്ധീകരണ ശുശ്രൂഷയിലൂടെ പങ്കാളിത്തമാണ്. യേശു പത്രോസിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. കുളിച്ചവൻ കാൽ കഴുകുന്നതല്ലാതെ മറ്റൊന്നും വേണ്ട. ഇതൊരു ആത്മീയ സത്യത്തെ സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനോട് ഒപ്പം ഉള്ളവരാണ്. എങ്കിലും അവർ ലോകത്തിൻ്റെ വഴികളിൽ യാത്ര ചെയ്യുമ്പോൾ, ലോകവുമായിട്ട് ഇടപെടുമ്പോൾ അവർ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്, ഇടറിപ്പോകുന്നവരാണ്. ചെളിയിൽ ചവിട്ടി അശുദ്ധമാകുന്ന ശിഷ്യ സമൂഹം. അതിനാൽ യേശു കർത്താവ് പറയുന്നു, നിരന്തരം കഴുകപ്പെടണം, നിരന്തരം ശുദ്ധീകരിക്കപ്പെടണം.
അത് ഒരു ശുശ്രൂഷയാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ യേശു കർത്താവ് പത്രോസിനോട് പറയുന്നത്, നീ വിശുദ്ധനാണ് എന്നുള്ള തോന്നൽ തെറ്റാണ്, മറിച്ച് മനുഷ്യരെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നയിക്കുന്ന ഒരു ഉടഞ്ഞ പാത്രമാണ് എന്ന് യേശു കർത്താവ് ഈ പത്രോസിനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റെയ്മണ്ട് ഇ ബ്രൗൺ പറയുന്നത്, ഈ പ്രവൃത്തി യേശുവിൻ്റെ മുഴുവൻ ദൗത്യത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന ഒരു പ്രതീകാത്മ പ്രവൃത്തിയാണ്. താഴ്ന്നവരോടൊപ്പം നിൽക്കുക, അവഗണിക്കപ്പെട്ടവരെ ഉയർത്തുക, ലോകം ചെളിയിലാണ് എന്ന് പറയുന്നവരെ കഴുകി ഈ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാക്കുക. ഇതാണ് ഷെമ്മാ ശുശ്രൂഷ എന്ന് പറയുന്നത്. രണ്ടാമത് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഷെമ്മാ സ്ഥാനം, ശുശ്രൂഷാ സ്ഥാനം പ്രവാചക ശുശ്രൂഷയുടെ സാക്ഷ്യമാണ്. മത്സരവും അധികാരവും സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരവും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുട്ടുകുത്തി മറ്റൊരാളുടെ കാൽ കഴുകുന്നതിലൂടെ ഒരു പ്രവാചക സന്ദേശം യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാൾ മാർത്ത് പറഞ്ഞത്, ഏറ്റവും ചെറുതായ ആളുകളെ ആദരിക്കുന്നത് ബലഹീനമായതിനെ ശക്തീകരിക്കുന്നതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ബലഹീനമായതിനെ ശക്തീകരിക്കുക, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുക, ഒടിഞ്ഞതിൻ്റെ മുറിവ് കെട്ടുക, ചിതറിയതിനെ അന്വേഷിച്ച് കൂട്ടിച്ചേർക്കുക. ഇത് പ്രവാചക ദർശനത്തിലെ ഒരു ചിന്തയാണ്. കെനോട്ടിക് മോഡൽ ഓഫ് മിനിസ്ട്രി. യേശു കർത്താവ് തൻ്റെ കാൽകഴുകൽ ശുശ്രൂഷയിലൂടെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നത് ഇതാണ്, എംബോഡിങ് ദ കെനോട്ടിക് മോഡൽ ഓഫ് സെർവൻറ്ഹുഡ്. ഇത് നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇത് ശമാശന്മാരുടെ മാത്രമല്ല, ദൈവജനത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നത്, ഒരു പ്രവാചകന്റെ മനസ്സ്, ആർദ്രത, ദർശനം ഈ ശുശ്രൂഷയിൽ നമുക്ക് ആവശ്യമാണ്. അതിനാൽ ശുശ്രൂഷയുടെ യഥാർത്ഥ ചിഹ്നങ്ങൾ കിരീടമല്ല, പിന്നെയോ തളികയും തൂവാലയും അത്രേ. അതുകൊണ്ട് ശുശ്രൂഷയുടെ യഥാർത്ഥ ചിഹ്നങ്ങൾ കിരീടമല്ല, തളികയും തൂവാലയും അത്രേ. മറ്റുള്ളവർ ഉയരങ്ങളിലെത്തുവാൻ ശ്രമിക്കുമ്പോൾ മുട്ടുകുത്തുവാൻ, വിനീതരായി തീരുവാൻ നാം തയ്യാറാവണം. മറ്റുള്ളവർ അധികാരം അന്വേഷിക്കുമ്പോൾ എല്ലാവരുടെയും ശുശ്രൂഷകരായി തീരുവാൻ നാം ശ്രമിക്കണം. മറ്റുള്ളവർ അകൽച്ചയും പിടിച്ചടക്കുവാനും ശ്രമിക്കുമ്പോൾ സ്നേഹം വിതറുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നവർ ആയിരിക്കണം. ഇതാണ് ഷെമ്മാശൻ്റെ വിളി എന്ന് പറയുന്നത്. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ബിനോയ് തോമസ് എന്ന അധ്യാപകൻ മനോരമയിൽ വിനയപൂർവം എന്ന് പറയുന്ന ഒരു കുറിപ്പ് എഴുതി. 8ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നതിനിടയിൽ പഠന ആവശ്യത്തിനായി ARM സിനിമയിലെ കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ടു മാറിൻ ചൂടിൽ ഉറങ്ങ് എന്ന പാട്ട് കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തു. എല്ലാവരും രസിച്ച് പാട്ട് കേൾക്കുകയാണ്. അതിനിടയിൽ ഏറ്റവും പിന്നിലിരിക്കുന്ന കുട്ടി സ്വന്തം കൈത്തളം കവിളിൽ ചേർത്ത് അവനെ തന്നെ താരാട്ട് പാടുന്നത് കണ്ടു. മനു എന്നാണ് അവൻ്റെ പേര്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ചു പോയതാണ്. ഒരു താരാട്ട് ഏൽക്കാതെ പോയ കുഞ്ഞിനെ ഓർത്ത് അധ്യാപകൻ കരഞ്ഞുപോയി. മനുവിനെ ചേർത്ത് പിടിച്ചു. അന്ന് മുഴുവൻ ഓർത്തത് മനുവിനെക്കുറിച്ചും കിട്ടേണ്ടത് കിട്ടാതെ പോയ കുരുന്നുകളെക്കുറിച്ചും ആകുന്നു. കുറേ ദിവസം കഴിഞ്ഞ് മനു അടുത്തു വന്നു. അവൻ പറഞ്ഞു, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവൻ നല്ല പാട്ടുകാരനാണ്, പക്ഷെ അവൻ ഇപ്പോൾ സ്കൂളിൽ വരുന്നില്ല. അവൻ കൂട്ടുകാരോടൊപ്പം കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് അവൻ്റെ കുടുംബത്തെ പുലർത്തുന്നു, സിഗരറ്റ് വലിക്കുന്നു, കൂട്ടുകാരോടൊപ്പം മദ്യം ഉപയോഗിക്കുന്നു. ഇത് അധ്യാപകനോട് പറഞ്ഞു. ഈ അധ്യാപകൻ മനുവിനെയും കൂട്ടി അവൻ്റെ വീട്ടിൽ ചെന്നു. അധ്യാപകനെയും മനുവിനെയും കണ്ടപ്പോൾ ആ കുട്ടി ഓടി മറന്നു. പക്ഷേ അന്വേഷിച്ച് അവനെ കണ്ടെത്തി, അവനെ ചേർത്ത് നിർത്തി. അകന്ന് പോയതിനെ കൂട്ടിച്ചേർത്തപ്പോൾ അവനൊരു നല്ല വിദ്യാർത്ഥിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ അധ്യാപകൻ ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നു,
അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേരുമ്പോൾ അവർ ഹീറോ ആയിട്ട് മാറുകയാണ്. ആരാണ് നമ്മുടെ മനസ്സിലെ ഹീറോ? വേദനകൾ കാണുമ്പോൾ കണ്ണ് നിറയുന്നവർ, അതിക്രൂരമായി പ്രതികാരം ചെയ്യുന്നവരല്ല, പിന്നെയോ കരയാനും കൂട്ടത്തിലുള്ളവരെ ചേർത്ത് പിടിക്കുവാനും കണ്ണുനീർ ഒപ്പുവാനും അവരുടെ ശുശ്രൂഷകരായി തീരുവാനുമാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്: നാം ഹീറോ ആണോ? ദുഃഖിക്കുന്നവരെ, അകന്നുപോയവരെ, അതുപോലെ തന്നെ വേദനപ്പെടുന്നവരെ കാണുമ്പോൾ കരയുന്നവരാണോ? അവരോടൊപ്പം നിൽക്കുന്നവരാണോ? അവരാണ് യഥാർത്ഥ ശുശ്രൂഷകർ, അവരാണ് ഹീറോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശമ്മാശന്മാരെ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ ശുശ്രൂഷ എന്തിന് എന്ന് ചോദിച്ചാൽ, കരയുന്നവരോടൊപ്പം കരയുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, ഏൽക്കുവാനല്ല, അധികാരത്തിൽ പ്രവേശിക്കാനല്ല, അധികാരത്തിൽ നിന്നിറങ്ങുവാനും മറ്റുള്ളവരുടെ ശുശ്രൂഷകരായി തീരുവാനും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും നമ്മെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.